പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കണമെന്ന് ആവശ്യമുള്ളവർ, അതായത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. ആ വിഷയം മോദി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു, 75 വയസ്സാകുമ്പോൾ വിരമിക്കണം. അതായത് രാഷ്ട്രീയത്തിലും ഒരു എന്താ പറയുക, വിരമിക്കൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് RSS സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതും ഇതേ ടോപ്പിക്ക് പറയുകയുണ്ടായി. പരസ്പരം ഇരുവരും ഒഴിയണമെന്നുള്ളതാണ് പരസ്പരം രണ്ടുപേരും തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംഭാഷണമൊക്കെ വന്നിരുന്നു. അത് വളരെ വിവാദമാവുകയും ഈ മോദി മാറണമെന്ന് താല്പര്യമുള്ളവർ അതിനെ ആളിക്കത്തിക്കുകയും ആ ചർച്ച സജീവമാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇക്കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ TV എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള അർണബ് ഗോസ്വാമി പറയുന്നു, എന്താണ് മോദി മാറരുത് എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്താണ്. അദ്ദേഹം എണ്ണി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എല്ലാവരും ഏറ്റെടുക്കുക കൂടി ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് മാഷേ അർണബ് ഗോസ്വാമി പറഞ്ഞ മോദി വേണം, ഭാരതത്തിന് ഇനിയും മോദിയുടെ നേതൃത്വം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ? അർണബ് എന്നും മോദിയെ പിന്തുണച്ച ഒരാളാണ്. അദ്ദേഹത്തിന് മോദി ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ടാവണം. മോദി വലിയ പ്രതിസന്ധി നേരിട്ട കാലത്ത്, ഒന്നാം മോദിക്കാലത്തൊക്കെ കടുത്ത വെല്ലുവിളികൾ നേരിട്ട കാലത്ത്, ഇന്ത്യ മുഴുവനും അദ്ദേഹത്തിനെ അനുകൂലിച്ചതിനേക്കാൾ കൂടുതൽ എതിരാളികൾ ഉണ്ടായിരുന്ന കാലത്ത് സ്ട്രോങ് ആയി മോദിയെ പിന്തുണച്ച മീഡിയയാണ് അർണബും റിപ്പബ്ലിക്കും. അപ്പോൾ ഇപ്പോൾ പക്ഷേ അന്നൊക്കെ മോദി ഗോദി എന്നൊക്കെ പറഞ്ഞിട്ട് മോദി മീഡിയയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർണബിനെ ഇന്ത്യൻ മീഡിയ വലിയ തോതിൽ വിമർശിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ ചിത്രം മാറി വരുന്നു എന്നതിൻ്റെ സൂചനയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ഷോയിൽ മോദി ഇനിയും വേണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വാദിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് അതിൻ്റെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അർണബ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ മീഡിയ ഏറ്റെടുത്തു. ഇന്ത്യൻ മീഡിയയിൽ വലിയൊരു ശതമാനം ഏറ്റെടുക്കുകയും ക്യാരി ഓവർ ചെയ്യുകയും മാത്രമല്ല അത് അർണബ് പറഞ്ഞതാണെങ്കിൽ പോലും അത് സത്യമാണ് എന്ന രീതിയിലൊക്കെയുള്ള കമൻസ് വലിയ തോതിൽ വരികയും ചെയ്തു. അതാണ് വാർത്ത. അദ്ദേഹം ചോദിച്ചത് മോദി മാറും എന്ന മർമറിങ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് പലതരത്തിലുണ്ടാവും. മോദിയുടെ എതിരാളികളുണ്ടാവും. അതിപ്പോൾ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ ഉണ്ടാവാം. പുറത്ത് അതിലേറെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ലോകം മുഴുവനുണ്ട്. മോദിയുടെ ശത്രുക്കൾ, ഇന്ത്യയുടെ ശത്രുക്കൾ വലിയ തോതിലുണ്ട്. അപ്പോൾ ആ ക്യാമ്പയിൻ കൊണ്ട് ആർക്കാണ് ഗുണം? ആ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം. മോദി അല്ലാതെ മറ്റൊരാൾ ഈ സമയത്ത് ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, 2014 മോദി അധികാരത്തിൽ വന്ന ഇന്ത്യ അല്ലല്ലോ ഇന്നത്തെ ഇന്ത്യ. എന്തുമാത്രം മാറി ഇന്ത്യയുടെ ഇമേജ് മാറിയില്ലേ, ചിത്രം മാറിയില്ലേ, തിളക്കം മാറിയില്ലേ, മുഖം തന്നെ മാറിയില്ലേ. അങ്ങനെ മുഖം മാറ്റിയെടുത്ത ഒരാളെ പെട്ടെന്ന് ചിത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് പകരം ആര് വന്നാലും മോദിക്ക് പകരമാവില്ല. അതേ മുന്നണിയിലും അതേ പാർട്ടിയിൽ നിന്ന് തന്നെ മറ്റൊരാൾ വന്നാൽ പോലും അത് പകരമാവില്ല. അതുകൊണ്ട് മോദി മാറേണ്ട സമയമല്ല ഇത്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, മോദി എടുത്ത പല തീരുമാനങ്ങളും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. ആ സ്ഥാനത്ത് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയുമായിരുന്നുവോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന അപാരമായ ആർജവം, രാഷ്ട്രീയ ഇച്ഛാശക്തി, മറ്റൊന്ന് ദേശീയ താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും ഇല്ലാത്ത തരത്തിലുള്ള ധീരമായ നിലപാടുകൾ അതെടുത്തതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിന് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ നമ്മൾ കാണുന്നതിനപ്പുറത്ത് കണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഡീമോണിറ്റൈസേഷൻ വന്നല്ലോ, നോട്ട് നിരോധിച്ചു. എല്ലാവരും എതിരായിരുന്നല്ലോ. ആരാണ് നോട്ട് നിരോധനത്തെ ട്രോളാത്തത്, പരിഹസിക്കാത്തത്? നമുക്ക് തോന്നിയത് അതൊരു പാഴ്വേലയാണെന്നാണല്ലോ. പക്ഷേ അതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ കണ്ടത്, അന്ന് നമ്മളോട് പറഞ്ഞത് കള്ളപ്പണം നിരോധിക്കും, ലോകം മുഴുവനുള്ള കള്ളപ്പണം തിരിച്ചു വരും, എന്നിട്ട് ഇന്ത്യൻ അക്കൗണ്ടുകളിലേക്ക് വരും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പ്രാഥമിക സംഗതിയായിരുന്നു. യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. അതെന്താണ്? UPI എന്ന് പറയുന്ന വലിയൊരു ആകാശം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പറയുന്നുണ്ട്, UPI മുഖേന ഒരു മാസം എന്ന് പറഞ്ഞാൽ 1000-ൻ്റെയും 2000-ൻ്റെയും നോട്ട് പോയതുകൊണ്ട് വേദനിച്ച് നമ്മൾ നോട്ടേ വേണ്ടാത്തൊരു ഇന്ത്യയിലേക്ക് വന്നു. കറൻസി ലെസ് ആയിട്ടുള്ള ലോകം വന്നു. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നാൽ 5 പൈസ വേണ്ട, പേഴ്സ് വേണ്ട, പോക്കറ്റ് അവസ്ഥ വന്നല്ലോ. അദ്ദേഹം UPIയുടെ ഒരു ഇടപാട് പറയും. UPIയുടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഈ ലോകത്തിൽ ഇത്തരം ഏജൻസികളൊക്കെ തുടങ്ങുന്നത് സ്വകാര്യ കമ്പനികളാണ്, കോർപ്പറേറ്റുകളാണ്. ഇത് ഗവൺമെൻറ്റാണ്. അപ്പോൾ UPIയുടെ ഒരു കണക്ക് പറയുന്നുണ്ട് അദ്ദേഹം. ഒരു മാസം UPI മുഖേന 20 ബില്യൺ ഇടപാടുകൾ നടക്കുന്ന എണ്ണം. ഒരു ബില്യൺ 100 കോടിയാണ്. 20 ബില്യൺ ഇടപാടുകൾ ഒരു മാസം ഇന്ത്യക്കാർ നടത്തുന്നുണ്ട് UPI മുഖേന. ആ ഇടപാടുകളിലൂടെ വരുന്ന സംഖ്യ എത്രയാണ്? 25 ലക്ഷം കോടിയാണ്.
എന്ന് പറഞ്ഞാൽ 25 ലക്ഷം കോടിയുടെ ഇടപാട് ഒരു മാസം നടത്താൻ നമുക്ക് നോട്ട് വേണ്ടാന്നേ. അപ്പോൾ നോട്ട് നിരോധിച്ചതിനെ കുറ്റം പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ അത് ബോധ്യപ്പെട്ടു എന്താണ്. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യം ദീർഘകാലത്തേക്ക് കണ്ടുകൊണ്ടാണ് മോദിയുടെ വികസനങ്ങൾ. അതുകൊണ്ട് മോദിയുടെ പദ്ധതികളൊന്നും തന്നെ കുറഞ്ഞ കാലത്തേക്കുള്ളതല്ല. അപ്പോൾ അദ്ദേഹം നോട്ട് നിരോധനത്തിൻ്റെ സൽഫലം ഉണ്ടാക്കാൻ കുറേ കൊല്ലങ്ങൾ എടുത്തല്ലോ, അതിൻ്റെ ഗുണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ദീർഘകാലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ മുഴുവൻ. ഉദാഹരണത്തിന് വികസിത ഭാരത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് നടക്കുകയാണ്. എന്നാണ് തീരേണ്ടത്? 2047 പദ്ധതിയാണ്. ആരധികാരത്തിൽ വന്നാലും അത് ആ അധികാരത്തിൽ ആര് വരുന്നു നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുമ്പോൾ അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് തന്നെ വേണ്ടേ? അദ്ദേഹത്തെ മാറ്റുന്നതിൽ എന്തർത്ഥമുണ്ട്? അതാണ് ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർക്കും ചെയ്യാൻ പറ്റാത്ത, ആരും കൈവെക്കാത്ത ചില മേഖലകളിൽ അദ്ദേഹം കൈവച്ചില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 370 വകുപ്പ് എടുത്തു കളയുക എളുപ്പമായിരുന്നില്ലല്ലോ. അതെ, എടുത്തു കളഞ്ഞപ്പോൾ ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ കാശ്മീരി ജനത അത് ഏതാണ്ട് അംഗീകരിച്ചു. കാശ്മീർ സാധാരണ നിലയിലേക്ക് വന്നു. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഭീകരവാദിക്ക് പണി കിട്ടി. പണ്ട് ഭീകരവാദമായിരുന്നു പണി. അതെ, പൊതുമുതലിന് കല്ലെറിയാൻ പോവുക, പട്ടാളക്കാരെ ആക്രമിക്കുക, അതിന് 200-300 ഉറുപ്പിക കൊടുക്കുക, അതുകൊണ്ട് ജീവിക്കുക. ആക്ച്വലി മനസമാധാനം എന്താണ്, സ്വസ്ഥത എന്താണെന്ന് എന്ന് കാശ്മീരികൾ അറിഞ്ഞു, മനസ്സമാധാനം അറിഞ്ഞു. മാത്രമല്ല അവരുടെ സൗന്ദര്യം, കാശ്മീർ കാണാൻ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ജീവിതം കിട്ടി, സ്കൂളുകൾ തുറന്നു, കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ 370 വകുപ്പ് എടുത്തു കളയുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ. ഉദാഹരണത്തിന് വേറെ ആ കൂട്ടത്തിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ ഉണ്ടായ കാലം തൊട്ട് വളരെ സമർത്ഥമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ പുരുഷ കേസരികൾ സമർത്ഥമായി മൂടിവെച്ച ബില്ലല്ലേ വനിതാ സംവരണ ബില്ല്. ഇദ്ദേഹം കൊണ്ടുവന്നില്ലേ, നടപ്പാക്കിയല്ലോ. അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ലീഡർ വേണം. പാർട്ടിക്കാരായ മുതിർന്ന കാരണന്മാരോട് ചോദിച്ചാൽ, ആണുങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയും. ഇദ്ദേഹം നടപ്പാക്കിയല്ലോ. ഇങ്ങനെ മൗലികമായ പരിഷ്കാരങ്ങൾ ധീരമായി നടപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ളൊരു നേതാവ് തന്നെ വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആർക്കും നോ പറയാൻ പറ്റില്ല. ആ തരത്തിലാണ് അർണബിൻ്റെ ആ പ്രസൻറ്റേഷൻ. അപ്പോൾ അതൊന്ന്. വേറൊന്ന്, ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോദി വന്ന ഇന്ത്യ അല്ല. മോദി വന്ന കാലത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എവിടെ പോയിട്ട്? അമേരിക്കൻ കോൺഗ്രസിൽ കയറിയിട്ടാണ് മോദി പറയുന്നത്, നിങ്ങൾ ഓർക്കുക, ലോകത്തിലെ 3ാമത്തെ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ലോകത്തിൻ്റെ ഏറ്റവും സാമ്പത്തികമായി അടിയിൽ കിടന്നൊരു രാജ്യം, ദരിദ്ര നാരായണന്മാരുടെ നാടായിരുന്നില്ലേ, ആ നാടിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പാർലമെൻറ്റിൽ കയറിയിട്ട് പറഞ്ഞു, ഞങ്ങളിതാ 3ാമത്തെ, ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ആസ്തി $4 ട്രില്യൺ. ഇന്ത്യയുടെ സാമ്പത്തിക ആസ്തിയുടെ മാനദണ്ഡം $4 ട്രില്യൺ. ഇപ്പോൾ അത് $10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ആ വളർച്ച അദ്ദേഹം ഉണ്ടാക്കി കാണിച്ചു. അത് പോയി പ്രഖ്യാപിക്കുന്ന അമേരിക്കൻ പാർലമെൻറ്റിലാണ്. അത് കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുത്തു, പറയേണ്ടടുത്ത് പറഞ്ഞു, നടപ്പാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം. വേറൊന്ന്, അദ്ദേഹം നടത്തിയ ആഗോളതലത്തിൽ അദ്ദേഹം നടത്തിയ നേരിടൽ. തീർച്ചയായും റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞാൽ വാങ്ങും എന്ന് തീരുമാനിച്ചിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോയി. അമേരിക്കൻ ഉപരോധത്തെ, അമേരിക്കയുടെ ഈ പറയുന്ന പിഴപ്പലിശ ഉണ്ടല്ലോ, എന്താണ് പറയുക, അധിക തീരുവയെ നേരിടാൻ വേണ്ടിയിട്ട് ബദൽ മാർക്കറ്റുകൾ കണ്ടെത്തി. ലോകത്ത് വലിയൊരു ശക്തി ഇന്ത്യ കേന്ദ്രീകരിച്ച് ഉണ്ടായി വന്നു. ഇതൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് വേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം നടത്തിയ സൈനിക നീക്കങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നീക്കങ്ങൾ ആർക്കാണ് എത്ര ആർക്കാണെന്ന് വെച്ചാൽ വളരെ കൃത്യം ആലോചിച്ച് വേണ്ടത് കൃത്യമായി നടപ്പാക്കിയിട്ട് 3ാം ദിവസം ശത്രുവിനെ കൊണ്ട് പറപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ. അതിന് മുമ്പ് നടന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ 2016 ഉറിയിലെ ഭീകരാക്രമണത്തെ തിരിച്ചടിച്ചത്, 2019 പുൽവാമയിൽ തിരിച്ചടിച്ചത് പറയുന്നുണ്ട്. അതുപോലെ ബാലാക്കോട്ടിൽ നമ്മൾ എയർ അറ്റാക്ക് നടത്തിയല്ലോ. ഇത്തരം തീരുമാനങ്ങളൊക്കെ ധീരമായി തക്ക സമയത്ത് യുക്തമായ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ നരേന്ദ്രമോദി തന്നെ വേണ്ടേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അതാണ് ഞാൻ ഊന്നി പറയുന്നു, മോദിക്ക് മാറാൻ കാലമായോ എന്ന് ആലോചിക്കുന്നവർ ആലോചന അവസാനിപ്പിക്കുക. മോദി മാറരുത്, മോദി ഇനിയും ഇന്ത്യക്ക് വേണം. ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കടുത്ത വെല്ലുവിളികൾ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോദിയുടെ ഈ മുന്നേറ്റം, ഇന്ത്യയുടെ ഈ മുന്നേറ്റം സഹിക്കാത്ത ഒരുപാട് പേരുണ്ട്. ലോകം മുഴുവൻ ശത്രുക്കളാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് മുഴുവനും ശത്രുക്കൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇവരൊക്കെ തമ്മിലുള്ള നെക്സസ് രൂപം കൊള്ളുന്നുണ്ട്. ഈ സമയത്ത്
മോദിയെ മാറ്റുക എന്നത് ആരുടെ താല്പര്യമായിരിക്കണം? മോദി ഇനിയും ഇന്ത്യക്ക് വേണം, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്തായാലും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ചരിത്രത്തിൽ ഇത്രയേറെ അംഗീകാരവും കയ്യടിയും കിട്ടിയ ഒരു ടോക്ക് ഞാൻ തന്നെ നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം അർണബ് പറയുന്നത് കേട്ടു. അത് അർണബിൻ്റെ മാത്രം നിലപാടല്ലാത്തതുകൊണ്ടാണ്, ഇന്ത്യയുടെ ഒരു ജനാഭിപ്രായം കൂടി ആയതുകൊണ്ടാണ്, ലോകത്തിൻ്റെ ഒരു പ്രതീക്ഷ കൂടി ആയതുകൊണ്ടാണത്. തീർച്ചയായിട്ടും അർണബ് പറഞ്ഞതിനെ നമുക്കും ശരിവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.